നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ കൂട്ടാലിയിൽ നിന്നും വളരെ ഭീകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. സ്വന്തം അച്ഛനെ മകൻ കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി തള്ളിയിരിക്കുകയാണ്. സംഭവത്തിൽ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. മൊഴിയടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിശദമായി തന്നെ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയാണ് പിതാവിനെ കൊലപ്പെടുത്തിയതെന്നാണ് മകൻ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. മകൻ സുമേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മദ്യപാനിയാണ് മകൻ സുമേഷ്. ഇയാൾ പണിക്ക് പോയിരുന്നില്ല. തുടർന്ന് അച്ഛന്റെ മാല പണയം വെക്കാൻ ആവശ്യപ്പെട്ട് വരികയും അച്ഛനത് വിസമ്മതിക്കുകയും ചെയ്തു. പിന്നാലെയാണ് കൊലപ്പെടുത്തിയതും ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ചാക്കിൽ കെട്ടി തള്ളിയതും. തിങ്കളാഴ്ചയാണ് മുളയത്തെ അച്ഛന്റെ വീട്ടിൽ സുമേഷ് എത്തുന്നത്. ശേഷം എല്ലാവരും അച്ഛനെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഇയാൾ പദ്ധതി ഇടുകയായിരുന്നു. എല്ലാവരും പുറത്തു പോകാൻ വേണ്ടി ഇയാൾ കാത്തിരിക്കുകയും ചെയ്തു. തുടർന്ന് പണയം വെക്കാൻ മാല ആവശ്യപ്പെട്ടു. ഇത് നൽകാൻ അച്ഛൻ വിസമ്മതിച്ചു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന വടി കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തുകയായിരുന്നു. അടിയേറ്റ് അച്ഛൻ വീണു. ഇതോടെ ചാക്കിൽ കെട്ടി പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി തൊട്ടടുത്ത പൊന്തക്കാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് മാല പണയം വെച്ച് മദ്യം വാങ്ങി കൂട്ടുകാർക്കൊപ്പം മദ്യപിക്കുകയും ചെയ്തു. രാത്രിയോടെ പുത്തൂര് വീട്ടിലെത്തി. പക്ഷേ പോലീസ് പിന്നാലെ ഉണ്ടെന്നറിഞ്ഞ് സുമേഷ് വീടിന് പിൻഭാഗത്ത് ഒളിക്കാൻ ശ്രമിച്ചു. ഇതോടെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. ഇയാളുടെ പ്രാഥമിക മൊഴിയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിക്രൂരമായ കൊലപാതകമാണ് സ്വന്തം പിതാവിനെ മകൻ ചെയ്തിരിക്കുന്നത്. അതായത് അച്ഛന്റെ സ്വർണം ചോദിച്ചിട്ട് അദ്ദേഹം അത് കൊടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് മകൻ നയിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും സുമേഷ് എന്ന് പറയുന്ന മകൻ മദ്യപിച്ച് ബഹളമുണ്ടാക്കി ജോലിക്കൊന്നും പോകാതെ ഇത്തരത്തിൽ വീട്ടുകാരെയൊക്കെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ സ്വർണം കൊടുക്കാൻ മടിച്ചു. പിന്നാലെയാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ദേഷ്യം കാരണം അച്ഛനെ മകൻ കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി സമീപത്തെ പറമ്പിലാണ് ഉപേക്ഷിച്ചത്. കൂട്ടാല സ്വദേശി സുന്ദറിനെയാണ് മകൻ സുമേഷ് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ സുമേഷിനെ പുത്തൂരിൽ നിന്ന് തന്നെ പോലീസ് അതിസാഹസികമായി പിടികൂടുന്ന സമയത്തും ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വീട്ടിലുള്ള സുന്ദരന്റെ ഇളയ മകൻ ഉൾപ്പെടെ ജോലിക്ക് പോയ സമയത്തായിരുന്നു കൊലപാതകം നടന്നത്. സുന്ദരന്റെ ഭാര്യ ഉൾപ്പെടെ വീട്ടിലില്ലാത്ത തക്കം നോക്കിയാണ് സുമേഷ് അച്ഛന്റെ അടുത്ത് എത്തിയത്. ജോലി കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചെത്തിയപ്പോൾ അച്ഛനെ കണ്ടില്ല. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് തൊട്ടടുത്ത പറമ്പിൽ ചാക്കിൽ കെട്ടിൽ നിലയിൽ സുന്ദരന്റെ മൃതദേഹം കണ്ടെത്തിയത്. സുന്ദരന്റെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച മണ്ണുത്തി പോലീസ് തിരച്ചിലിനൊടുവിൽ സുമേഷിനെ കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാൾ ഇടയ്ക്കിടെ അച്ഛനുമായി വഴക്കിടാറുണ്ട് എന്ന് നാട്ടുകാർ അയൽവാസികളൊക്കെ പ്രതികരിക്കുകയുണ്ടായി. ചൊവ്വാഴ്ച അച്ഛൻ മാത്രം വീട്ടിലുണ്ടായിരുന്ന തക്കം പാർത്താണ് ഈ ഒരു ക്രൂര കൊലപാതകം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ സമയത്ത് സുമേഷ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ട വ്യക്തികളുമുണ്ട്, ദൃക്സാക്ഷികളും ഉണ്ട്. 80 വയസ്സുള്ള സുന്ദരനാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ മൂത്ത മകനാണ് സുമേഷ്. സുന്ദരന്റെ മകളുടെ മക്കൾ ഇതേ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവർ ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നപ്പോൾ മുത്തശ്ശനെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിൽ രക്തമുണ്ടായിരുന്നു. പക്ഷെ അത് ചായ വീണതാണെന്നാണ് കുട്ടികൾ വിചാരിച്ചത്. വൈകിട്ട് 5 മണിയോടെയാണ് തെരച്ചിൽ തുടങ്ങിയത്. തൊട്ടടുത്ത് കാട് പിടിച്ച പറമ്പിൽ മൃതദേഹം വലിച്ച പാട് കണ്ടു. ഇത് അന്വേഷിച്ചപ്പോഴാണ് ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ നടത്തിയിരുന്നു. എന്തായാലും നടക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വർദ്ധിക്കുന്നു എന്ന കാര്യം, അത് ഓരോ ദിവസവും ഒരു വാർത്തയെങ്കിലും കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ ഇങ്ങനെയുള്ള വാർത്തകൾ ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കൊലപാതകങ്ങളും സ്വന്തം ബന്ധങ്ങൾക്ക്, രക്തബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊലപാതകം നടത്തുന്ന കൊലപാതകികൾ അത് തങ്ങൾ ആരെയാണോ കൊല്ലാൻ പോകുന്നത് ആ വ്യക്തി തൻ്റെ അമ്മയാണ്, തൻ്റെ അച്ഛനാണ്, തൻ്റെ മകനാണ്, മകളാണ്, സഹോദരിയാണ്, സഹോദരനാണ് എന്ന യാതൊരു ചിന്തയും ഇല്ലാതെ മൃഗത്തെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള മൃഗീയതയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് ഉറ്റബന്ധങ്ങളും സ്വന്തം ബന്ധങ്ങളും രക്തബന്ധങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ വില പോലും കൽപ്പിക്കാതെ ഉറ്റവരെയൊക്കെ കൊന്നൊടുക്കുകയാണ്. സ്വർണത്തിനും പണത്തിനും സ്വത്തിനും അതുപോലെ തന്നെ മറ്റ് പല കാരണം ഇത്തരത്തിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഇത് വലിയ രീതിയിലുള്ളൊരു സാമൂഹിക പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ജീവിക്കേണ്ട അല്ലെങ്കിൽ ജീവനോടെ ആയിരിക്കേണ്ടുന്ന വ്യക്തികളാണ് മറ്റൊരാളുടെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നത് എന്നത് ഏറ്റവും ഭയാനകവും അതുപോലെ ഏറ്റവും വേദനാജനകവുമാണ്. ഒറ്റവരൊക്കെ ഇന്ന് കണ്ട വ്യക്തി നാളെ അവരെ കാണുന്നത് ഒരു മൃതദേഹമായിട്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട രീതിയിലായിരിക്കും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആഭ്യന്തര വകുപ്പ് കുറച്ചുകൂടി ഈ ഒരു കുറ്റകൃത്യങ്ങളിലൊക്കെ
ഒക്കെ തക്കതായ ശിക്ഷ നൽകിയാൽ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് വലിയ രീതിയിലുള്ള ഒരു ബോധവൽക്കരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനമൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. നിയമവ്യവസ്ഥകളൊക്കെ മാറേണ്ടിയിരിക്കുന്നു. അതായത് കുറ്റവാളികൾക്ക് യാതൊരു പേടിയുമില്ല നിയമത്തെ എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതൊരു സത്യാവസ്ഥ കൂടിയാണ്. ഈ കുറ്റം ചെയ്യുന്ന ഒരു കുറ്റവാളികൾക്ക് നിയമത്തെ പേടിയില്ല, അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യം ചെയ്താൽ എന്ത് ശിക്ഷയാണ് തങ്ങളെ കാത്തിരിക്കുന്നത്, ആ കാര്യത്തിൽ നിന്ന് യാതൊരു ആശങ്കയോ യാതൊരു ഭയമോ ഇല്ല എന്നതാണ് ഈ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിൽ ഒരു പ്രധാന കാരണമായിട്ട് വിദഗ്ധരടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. നിയമങ്ങളിലൊക്കെ ഒരു മാറ്റം വരേണ്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു ഇത്തരത്തിൽ വർദ്ധിക്കുന്ന സംഭവങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. ഇപ്പൊ സ്വന്തം അച്ഛനെയാണ് മകൻ സ്വർണത്തിന്റെ പേരിൽ സ്വർണം ചോദിച്ചിട്ട് നൽകിയില്ല എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ എത്രയോ സംഭവങ്ങൾ അക്കമിട്ട് നിരത്താൻ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ വർഷം മാത്രം സംഭവിച്ചത്. അതും ഏറ്റവും നമ്മളെ ഭയപ്പെടുത്തിയ ഒരു വാർത്ത തന്നെയാണ് സ്വന്തം ബന്ധത്തിലുള്ളവരെ വെട്ടിക്കൊലപ്പെടുത്തിയ അഫാന്റെ കേസ്. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് നമുക്കറിയാവുന്നതുപോലെ തന്നെ സ്വന്തം അമ്മയെ ഉപദ്രവിക്കുന്നു, അനുജനെ കൊല്ലുന്നു, താൻ പ്രാണതുല്യം സ്നേഹിച്ച കാമുകിയെ കൊല്ലുന്നു, തൻ്റെ പിതൃ സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും കൊല്ലുന്നു. അങ്ങനെ ബന്ധങ്ങൾക്കൊന്നും സ്വന്തം ബന്ധുക്കളെയൊക്കെ കൊന്നൊടുക്കിയ ഒരു 23കാരൻ്റെ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്തായാലും ഇത്തരത്തിൽ ഉറ്റവരെ കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ സ്വന്തം ബന്ധത്തിൽപ്പെട്ടവരെ കൊലപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾ ഒരു പരമ്പര പോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇപ്പോൾ കുറ്റകൃത്യങ്ങളെ കൊണ്ട് പെരുകിയിരിക്കുകയാണ്. ഒരു ദിവസം പോലും ഇത്തരത്തിലുള്ളൊരു വാർത്ത കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല നമുക്ക്. അപ്പോൾ ആത്മഹത്യ വർദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഉടനെ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ഉപദ്രവങ്ങൾ വർദ്ധിക്കുന്നു. എത്രയോ വീടുകളിലാണ് ഗാർഹിക പീഡനമൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉപദ്രവം, അക്രമം, അതുപോലെ തന്നെ ആത്മഹത്യ, കൊലപാതകം ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ദിവസങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിതിക്കൊക്കെ ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ട്. ജീവിക്കാൻ അവകാശമുണ്ട്. ഈ കൊല്ലപ്പെടുന്നവർക്കെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ്. പക്ഷെ അവർ എന്തൊക്കെയോ കാരണങ്ങളാൽ കൊല്ലപ്പെടുന്നു, സ്വന്തം ഉറ്റവരാൽ. അപ്പോൾ അവർക്ക് പോലും അത് തടയാൻ സാധിക്കുന്നില്ല. അവർക്കും ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു തങ്ങൾക്ക് നേരെ വരുന്ന ഒരു ആക്രമണത്തെ തടയാനോ പ്രതിരോധിക്കാനോ അവർക്ക് കഴിയുന്നില്ല. തീർച്ചയായിട്ടും പലപ്പോഴും അവരറിയുന്നില്ല ഞങ്ങൾ കൊല്ലപ്പെടാൻ പോവുകയാണ്, മുന്നിൽ നിൽക്കുന്ന ഈ ആളാൽ ഞങ്ങൾ കൊല്ലപ്പെടാൻ പോവുകയാണെന്ന് പലരും അറിയുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും സ്ഥിതിക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.